GYB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പാമിസ്ട്രിയുടെ വീഡിയോകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അസ്ട്രോളജിയുടെ വീഡിയോ ഉണ്ട്. അങ്ങനെ പല വിഷയങ്ങളും ഈ ചാനലിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. പ്ലേലിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ അസ്ട്രോളജി 2025 എന്നുള്ള പ്ലേലിസ്റ്റ് കാണുവാണെങ്കിൽ 27 നക്ഷത്രത്തിൻ്റെയും പൊതുസ്വഭാവം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്, മനസ്സിലാക്കിയിരിക്കാവുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാമിസ്ട്രിയിലെ തന്നെ വളരെയധികം അത്ഭുതകരമായ ഒരു ചിഹ്നമാണ് കയ്യിൽ വരുന്ന തൃശൂല ചിഹ്നം. കയ്യിൽ തൃശൂല ചിഹ്നം വന്നാൽ പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളുമുണ്ട് അതേപ്പറ്റി. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തെന്നുള്ളത് നമുക്കിന്ന് ഇവിടെ മനസ്സിലാക്കാം. കയ്യിൽ തൃശൂല ചിഹ്നം വരുന്നത് വളരെയധികം ബാഹ്യമാണ്. അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയൊരു ചാൻസാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് വരുന്ന ഒരു ദോഷം അല്ലെ അപകടം, ആ അപകടത്തെ ഈ തൃശൂല ചിഹ്നം തട്ടിക്കളയും. അതായത് നമുക്കറിയാം, പുരാണങ്ങളിലുള്ള ദൈവങ്ങളുടെ കൈവശം തൃശൂലം എന്നൊരു ആയുധമുണ്ട്. അപ്പോൾ ആ ആയുധം നിഗ്രഹത്തിനും മറ്റ് ശത്രുക്കളെ മാറ്റി നിർത്താനുമായിട്ട് ഉപയോഗിക്കുന്നൊരു ആയുധമാണ് തൃശൂലം. അപ്പോൾ അതിൻ്റെ സ്ഥാനം എന്തേലും ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു തൃശൂലത്തിൻ്റെ സ്ഥാനം എന്തായാലും ഉണ്ടെന്ന് നമുക്കറിയാം. ഇത് നമ്മുടെ കൈരേഖയിൽ വന്നാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം സംരക്ഷണം ദൈവം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സംരക്ഷണമുള്ളവർക്കാണ് കയ്യിൽ തൃശൂല ചിഹ്നം വരിക. ആ വരുന്ന ഭാഗത്തിനനുസരിച്ച് അല്പം വേരിയേഷൻ, മാറ്റങ്ങളുണ്ടാവാം. ചിലർക്ക് ആരരേഖയിലായിരിക്കാം, ചിലർക്ക് ചെറുവിരലിന് താഴെയായിരിക്കാം, ചൂണ്ടുവിരലിന് താഴെയായിരിക്കാം, ബാഹ്യരേഖയോട് അനുബന്ധിച്ചായിരിക്കാം. അങ്ങനെ പല രീതിയിലുണ്ട്. പല ആളുകളും ചിലപ്പോൾ അതെന്തിനാണെന്ന് അറിയാൻ വരാതെ പേടിക്കുന്നവരുണ്ട്. കാരണം മനുഷ്യൻ പലതരമാണ്. പക്ഷേ കൂടുതൽ ഹസ്തരേഖ വെച്ച് പേടിക്കേണ്ട എന്നുള്ള കാര്യം ഞാൻ നേരത്തെ മുമ്പുള്ള വീഡിയോയിൽ വിശദമാക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് ഹസ്തരേഖയിലെ പ്രവർത്തനം. എങ്കിലും അറിഞ്ഞിരിക്കാനായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ്. തൃശൂല ചിഹ്നത്തിൻ്റെ അർത്ഥം നമ്മുടെ സംരക്ഷണം ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. ഏത് ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ദൈവം നമ്മളോടൊപ്പം ഉണ്ട്. അതേത് രൂപത്തിലുള്ള ദൈവമാണെങ്കിലും നമ്മളോടൊപ്പം ഉണ്ട്. ഇത് മാറ്റപ്പെട്ട ആളാണെങ്കിലും മത്തൻ്റെ ദൈവം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതിൻ്റെ സിമ്പലാണ് തൃശൂല ചിഹ്നം. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇമേജ് കാണിച്ചുകൊണ്ട് തന്നെ വിശദമാക്കാം. എങ്ങനെയാണ് ആ തൃശൂല ചിഹ്നത്തിൻ്റെ രീതി, എവിടെയൊക്കെ വന്നാൽ എന്തെല്ലാം യോഗങ്ങളും ഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കും എന്നുള്ളത് ഞാൻ വിശദമാക്കാം. അതിനോട് മുമ്പായി ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങളോട് എല്ലാവരോടുമായിട്ടുണ്ട്. എൻ്റെ ഈ എളിയ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരിൽ എൻ്റെ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യണം. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഇമേജ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ സാമ്പിൾ ഇമേജ്. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പോലെ ആയുർ രേഖയുടെ അവസാനം ഇതുപോലൊരു തൃശൂല ചിഹ്നം കാണുകയാണെങ്കിൽ അതിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആയുസ്സുണ്ട്, നല്ലൊരു വാർദ്ധക്യമാണ്, എല്ലാ സാമ്പത്തിക സന്തോഷ സുഖത്തോടു കൂടിയുള്ള ജീവിതമായിരിക്കും വാർദ്ധക്യകാലം വരെ കിട്ടുക എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. അതുപോലെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ദൈവം കൂടെയുണ്ട്. എല്ലാ തടസ്സത്തെയും തട്ടി നീക്കി മുന്നോട്ട് പോകുമെന്നുള്ള തെളിവാണ് ഈ കാണുന്നത്. ഇനി അടുത്തായിട്ട് ഇതുപോലെ ഈ ഭാഗത്താണ് തൃശൂല ചിഹ്നം വരുന്നതെങ്കിൽ ആരേഖയിൽ നിന്ന് തന്നെ ഇവിടെ ഒരു ചിഹ്നം ഇവിടെ വന്ന് കിടക്കുകയാണെങ്കിൽ വളരെ ആജ്ഞാശക്തിയുള്ള വ്യക്തിയാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും തകർക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളിലും വിജയം കൈവരിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ ചിഹ്നം വരുന്ന ആളുകൾ. എല്ലാ ചിഹ്നവും ഒന്നിച്ച് ഒരാളുടെ കൈ കാണില്ല. ഞാൻ സിമ്പലിന് വരച്ചിട്ടിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. അടുത്താണ് ഈ ഭാഗത്ത് വരുന്ന തൃശൂല ചിഹ്നം. ഈ ഭാഗത്ത് തൃശൂല ചിഹ്നം വരുന്ന ചിലർക്ക് ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ആ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേക്കാനും വീണ്ടും വിജയം തിരിച്ചു പിടിക്കാനും ഈ ചിഹ്നം നമ്മളെ സഹായിക്കുന്നു. കഷ്ടങ്ങൾ കൂടുന്ന ആ സമയങ്ങളിൽ ഇത്തരം ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ കഷ്ടങ്ങളിൽ നമ്മൾ മോചിതനാവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്നത്.
ഇത്തരമൊരു ചിഹ്നം ഈ ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ. അടുത്തായിട്ട് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വളരെയധികം പേരും പ്രശസ്തിയും അംഗീകാരവും തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനും എല്ലാ ശത്രുക്കളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ഉള്ള ഒരു ശക്തിയും കഴിവും ലഭിക്കുന്നതിനുള്ള സിമ്പലാണ് ഇവിടെ വരുന്ന തൃശ്ശൂല ചിഹ്നം. അടുത്തായിട്ട് ഇവിടെ വരുന്ന തൃശ്ശൂല ചിഹ്നം. ഇവിടെ വരുന്ന തൃശ്ശൂല ചിഹ്നം ബിസിനസ് പരമായി വളരെയധികം ഉയർച്ച എത്തുന്നുള്ള തെളിവാണ് ഈ കാണുന്നത്. വളരെയധികം ഉയർച്ച. അതായത് എന്ത് കാര്യം ചെയ്താലും ശത്രുക്കളില്ല, പരാജയ ഭീതികളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. നമുക്കറിയാം, ഒരു ബിസിനസ് ഇട്ട് കഴിഞ്ഞാൽ എത്ര ശത്രുക്കൾ വരുമെന്ന് നമുക്കറിയാം. ബിസിനസ് ഇട്ടവർക്കറിയാം എത്ര ശത്രുക്കൾ ഉയർത്തെഴുന്നേക്കുമെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ശത്രുക്കളെയെല്ലാം തരണം ചെയ്തു പോകാനുള്ള കഴിവാണ് ഈ കാണുന്നത്. ഇനി ഇവിടെ ഈ ഹൃദയരേഖയുടെ അവസാനം പക്ഷിത്തൂല് പോലെ വന്നിട്ട് കുറച്ച് രേഖകൾ, അതിൽ തൃശ്ശൂലത്തിൻ്റെ പോലുള്ള സിമ്പലുകൾ, കുറച്ചുകൂടി വാലുകൾ ഇങ്ങോട്ട് കാണും. ഇതിൻ്റെ അർത്ഥം അല്പം വ്യത്യസ്തമാണ്. വളരെയധികം സ്നേഹവും കരുണയും ഉള്ള വ്യക്തിയായിരിക്കും ഇവർ. അപ്പോൾ ഈ തൃശ്ശൂല ചിഹ്നം ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ ആരോഗ്യപരമായ എല്ലാ അപകടങ്ങളിലും പ്രശ്നങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു പോരുന്നതാണ്. കാരണം ഇത് ഹൃദയരോഗിയോടനുബന്ധിച്ചാണല്ലോ. അതുപോലെ തന്നെ വളരെയധികം സ്നേഹവും കരുണയുമുള്ളതാണ്. എല്ലാ ആളുകളോടും വളരെ സ്നേഹത്തെ ഇടപെടുന്നതാണ്. നന്നായി സംസാരിക്കുന്ന ആളുകളാണ്. ഒരുപാട് പേരുടെ സ്നേഹങ്ങൾ പിടിച്ചു പറ്റുന്ന മനസ്സിനുടമയാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അതാണ് ഇതിൻ്റെ യോഗം. അല്ല, ഇതൊരു വല്ലാത്ത കാര്യമല്ല. ഇത് ഇങ്ങനെയുള്ള ഒരു സിമ്പലിനെ പറ്റി മോശമായ അഭിപ്രായങ്ങളൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം അതല്ല. മോശമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവത്തിലെ മോശ സ്വഭാവമായിട്ട് ചിലർ പറയാറുണ്ട്. സ്വഭാവ ദൂഷ്യവുമായിട്ടും മറ്റ് ഇതര ബന്ധങ്ങളിലേക്ക് പോകുന്നവരായിട്ടും ഒക്കെ പറയാറുണ്ട്. പക്ഷേ സ്നേഹം ലഭിക്കുന്നതാണ് ബന്ധങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് തെറ്റുകാരണങ്ങളും പല കാര്യങ്ങളും ഉള്ളതാണല്ലോ. അത് ഏത് വഴിയിലൂടെയാണെങ്കിലും ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചേരും. പക്ഷേ അത് മോശം പ്രവൃത്തിയായിട്ട് കണക്കാക്കുന്നവർക്ക് മോശം പ്രവൃത്തിയായിട്ടും നല്ലതായിട്ട് കണക്കാക്കുന്നവർക്ക് നല്ല പ്രവൃത്തിയായിട്ടും. പക്ഷേ എന്താണെങ്കിലും ഇതിനർത്ഥം എന്തെന്ന് പറയുന്നത് എല്ലാവരോടും കരുണയും സ്നേഹവുമുള്ള വ്യക്തി മനസ്സിന് ഉടമാന്ന് മാത്രമേ ഉള്ളൂ. തെറ്റായ വഴിക്ക് ഇതിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. തെറ്റായ വഴിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം സിമ്പലുള്ള ഒരു വ്യക്തി വളരെയധികം ദയാശീലനും ആളുകളെ സഹായിക്കുന്നതിൽ തൽപരനുമായ ആളാണെന്നുള്ളതാണ് ഇതിനർത്ഥം. മാത്രമല്ല എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് പോകാനുള്ള കഴിവ് ഈ ആൾക്കുണ്ടെന്നുള്ളതാണ് ഈ സിമ്പലിനർത്ഥം. അപ്പോൾ ഇത്രയും സിമ്പലുകളാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇനിയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കൂടുതൽ വിശദമായ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മൾ സംസാരിച്ചത് പാമിസ്ട്രിയിലെ തൃശ്ശൂല ചിഹ്നത്തെ പറ്റിയാണ്. നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്താണ് കാര്യമെന്ന്. അതിൻ്റെ എല്ലാവിധ അർത്ഥങ്ങളും ഞാൻ മനസ്സിലാക്കി തന്നിരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ വളരെ കുറച്ച് സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ വരാറുള്ളൂ, ചിലർക്ക് വരികയില്ല. വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ചിന്തിക്കേണ്ട. ചില ആളുകൾക്ക് മറ്റ് യോഗങ്ങളാണെങ്കിൽ ചിലർക്ക് ഇങ്ങനെയുള്ള യോഗങ്ങളായിരിക്കും. യോഗങ്ങൾ മാറി മാറി വരും. കൈരേഖ മായുകയും വരുത്തുകയും ചെയ്യുന്ന ട്രിക്കുകൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇല്ലാത്ത രേഖ ഉണ്ടാക്കാനും ഉള്ള രേഖയെ കളയാനും സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മുൻപുള്ള വീഡിയോ വെച്ച് കാണുക, പാമിസ്ട്രിയുടെ വീഡിയോ വെച്ച് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന്. അതുപോലെ തന്നെ ഇവിടെ പറയാൻ പോകുന്ന അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു പേരുകളുടെ അർത്ഥം ഇംഗ്ലീഷ് ലെറ്ററിൽ വന്നൊരു സീരീസ് കൂടെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഐ വരെയാണ് ഇന്നലെ പറഞ്ഞത്. അടുത്തായി പറയാൻ പോകുന്നത് ജെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആളുകളുടെ സ്വഭാവമാണ്. ജെ എന്ന് പറയുന്ന അക്ഷരത്തിൽ ഇംഗ്ലീഷ് ലെറ്ററിൽ തുടങ്ങുന്ന ആളുകൾ വളരെയധികം വിജയിക്കുന്ന ആളുകളാണ്. ജെ എന്ന അക്ഷരം വാക്കുകൾക്ക് ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ആ ആളുകൾക്ക് വിജയം മാത്രമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ജയ്, വിജയ്, അജയ് എന്നൊക്കെ പേരുകളുള്ള ആൾക്കാരെല്ലാം ജയാശീലരായ ആളുകളാണ്. ഏത് ബിസിനസ്സിലും കാര്യത്തിലും ഏത് ഒരു മേഖലയിലും വിജയിക്കുന്ന ആളുകളാണ് ജെ എന്ന അക്ഷരമുള്ളവർ. കൂടുതലും സെലിബ്രിറ്റികളാവുന്ന ആളുകളുടെ പേരുകളുടെ ഇടയിലോ തുടക്കത്തിലോ ജയ ഉണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചില ആളുകളുടെ തുടക്കത്തിൽ തന്നെയും ജയിലാണിക്കും തുടങ്ങുക. ഇവരെല്ലാം വിജയത്തിൻ്റെ ഒരു കൊടി പാറിച്ച ആളുകളാണ്. വളരെയധികം വിജയിക്കുന്ന ആളുകളാണ്. തൻ്റെ ഇടം, ധൈര്യം, സാഹസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജെ ലെറ്ററിലുള്ളവർക്കുണ്ട്. ഇംഗ്ലീഷ് ലെറ്ററിൽ ജെ ആരംഭിക്കുന്ന ആളുകൾക്ക് അത്തരം
വീരസാഹസ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റാത്തതായ പല കാര്യങ്ങളും ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന ആളുകളും അതിൽ വിജയിക്കുന്ന ആളുകളുമാണ് ജെ ലെറ്ററിലുള്ളവർ. അടുത്തതായിട്ട് കെ ലെറ്ററാണ്. ജെ കെ IJHIJK. അപ്പോൾ അടുത്തതായിട്ട് കെ ലെറ്ററിലുള്ളവർക്ക് ധാരാളം പണം ലഭിക്കുന്നവരാണ്. ഒപ്പം ക്ഷേത്രങ്ങളായിക്കോട്ടെ, മതപരമായ മറ്റു സ്ഥാപനങ്ങളായിക്കോട്ടെ, മറ്റു സ്ഥലങ്ങളായിക്കോട്ടെ, പുണ്യസ്ഥലങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ കൂടുതൽ സന്ദർശനം നടത്തുന്ന ആളുകളാണ് കെ ലെറ്ററിലുള്ളവർ. കെയിലാണ് ആരംഭിക്കുന്നവർ. ചില ആളുകൾ ജ്യോതിഷം മുതലായവ പഠിക്കുകയും പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളും കെ ലെറ്റർ തുടങ്ങുന്നവരുണ്ട്. സെലിബ്രിറ്റികളുമുണ്ട്. അവരുടെ ഒരു രീതി എപ്പോഴും അവരുടെ മതപരമായ വിശ്വാസത്തിൻ്റെ രീതിയിലുള്ള ഒരു നടപ്പും നിപ്പും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വളരെയധികം ബാഹ്യം ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടായ അവസ്ഥ വരിക, അതെല്ലാം കെയിലുള്ള ആളുകൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ ധാരാളം പണം, സൽപ്പേര്, കീർത്തി തുടങ്ങിയവ ലഭിക്കുന്നതും കെ ലെറ്റർ തുടങ്ങുന്നവരുണ്ട്. മിക്കപ്പോഴും ഞാൻ പറഞ്ഞു, കാർത്തിക നക്ഷത്രത്തിൽ വരുന്നവർക്ക് ഫുള്ള് കെ ആണ്. മനസ്സിലായോ? 2 കെ അവർക്കുണ്ട്. കാർത്തിക കീർത്തി വെക്കുന്നതും പറഞ്ഞു. അതനുസരിച്ചുള്ള കെയുടെ അനുസരിച്ചുള്ള ആ ഒരു പേരും ആ ഒരു നാളും ഒക്കെ വരുന്നതനുസരിച്ച് കെ ലെറ്റർ ഉള്ളതുകൊണ്ട് വളരെയധികം മുന്നോട്ടാണ് ആളുകൾ പോവുക, പിന്നോട്ടല്ല. കെ ലെറ്റർ വരുന്നവർക്ക് ജീവിതത്തിൽ ദുഃഖാനുഭവങ്ങൾ കുറച്ച് വരും. സങ്കടപ്പെടേണ്ട ചില അനുഭവങ്ങൾ അല്പം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി മുൻപിലുള്ള സന്തോഷത്തെ മാത്രം നോക്കിയാൽ സന്തോഷം മാത്രം കാണും. ദുഃഖത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ ദുഃഖം മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ, കെ ലെറ്ററുള്ളവർ. അപ്പോൾ അത് സന്തോഷത്തിനെ മാത്രം നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഊർജ്ജം ലഭിക്കും. അടുത്തായിട്ട് എല്ലിൽ തുടങ്ങുന്ന ആളുകൾ. എൽ എന്ന അക്ഷരം. അപ്പോൾ ലളിത പോലുള്ള വാക്കുകൾ തുടങ്ങുന്നതൊക്കെ എല്ലിലാണ്. എല്ലിൽ ഒരു അക്ഷരം തുടങ്ങുന്നത് വളരെയധികം ഒരു ഒതുങ്ങിയ പ്രകൃതക്കാരായ ആളുകളാണ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആളുകൾ. കൂടുതലും വളരെയധികം നിഷ്കളങ്കമായ ആളുകളായിരിക്കും. ഇംഗ്ലീഷിലാണെങ്കിലും ലോൽ എന്ന വാക്കും മലയാളത്തിലെ ലളിതം, ലോലമായും എന്നുള്ള വാക്കുകളും എല്ലാം ഏകദേശം ഒരേ മീനിങ്ങിനെയാണ് കൊണ്ടിരുന്നത്. മനസ്സിലായി? ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസക്കുറവ്. അപ്പം ഒരു ലാക്ക് എന്നാണ്. ലക്ഷത്തിൻ്റെ ലക്കല്ല, പിന്നെ ഭാഗ്യത്തിൻ്റെ ലക്കുണ്ട്. പക്ഷേ അതിന് കൂടുതലും ഒരു എളിമയാണ് കാണിക്കുക. എളിമ, ഒരു കുറവ്, താഴോട്ട് ഉൾവലിയുന്ന ഒരു സ്വഭാവത്തിൽപ്പെട്ട ആളുകൾ. വളരെയധികം ശാന്തമായ, സമാധാനം എപ്പോഴും ആഗ്രഹിക്കുന്ന, ഒച്ചപ്പാടും ബഹളവുമില്ലാത്ത ചുറ്റുപാടുകളിൽ നിന്നകന്ന് തന്നെ ഒതുങ്ങിയ ഒരു ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകളിൽ തുടങ്ങുന്ന ആളുകളുടെ പേരാണ് എല്ലിൽ ആരംഭിക്കുക. മനസ്സിലായോ? അപ്പോൾ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആളുകൾ കൂടുതലും പാവമായ, കുറച്ചുകൂടി ഒതുങ്ങിയ രീതിയിലുള്ള ആളുകളായിരിക്കും അവർ. പക്ഷെ അവർക്ക് നേട്ടമുണ്ടാവും, കോട്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ മുന്നോട്ട് പോകും. അടുത്താണ് എം ലെറ്ററിൽ വരുന്ന ആളുകൾ. എം ലെറ്ററിൽ വരുന്ന ആളുകൾക്ക് ഒരുപാട് നിർത്താതെ സംസാരിക്കുന്ന ആളുകളാണ് എം എന്നുള്ള ലെറ്ററിൽ വരുന്ന ആളുകൾ. അപ്പോൾ നമുക്കറിയാം, ഇംഗ്ലീഷ് പേരുകൾ, മലയാളം പേരുകൾ ഇംഗ്ലീഷിലേക്ക് ആകുമ്പോൾ ഒക്കെ മാ കൂട്ടിയുള്ള പേരുകൾ ആരംഭിക്കുകയാണെങ്കിൽ അവർ എം ആണ് ലെറ്റർ ആരംഭിക്കുക. വലിയ ബുദ്ധിമുട്ടുകൾ. ചില ലെറ്ററുകൾ ഇംഗ്ലീഷിൽ മലയാളത്തിന് രണ്ടായിരിക്കും. അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ വേറെ അക്ഷരമായിരിക്കും. അത് എമ്മിന് അധികം ഇല്ല. എം മായിൽ തുടങ്ങുന്നതും എമ്മിലായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരിക. അപ്പോൾ എമ്മിൽ വരുന്ന ആളുകൾ ഒരുപാട് സംസാരിക്കുന്ന ആളുകളാണ്. സംസാരിക്കുക മാത്രമല്ല, വളരെയധികം ബുദ്ധിയുള്ള ആളുകളാണ്, കരുണയുള്ള ആൾക്കാരാണ്. ഒപ്പം രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു സ്വയം കെണിയിച്ചാടുന്ന ആളുകളുമാണ്. ആ ഒരു കാര്യം സൂക്ഷിക്കേണ്ട കാര്യം എമ്മിലുള്ളവർ ശ്രദ്ധിക്കണം. അവരെ മറ്റൊരാളുടെ രഹസ്യം മറ്റൊരാളോട് ചെന്ന് പറയുന്നതും നിർത്തേണ്ടതാണ്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എമ്മിലുള്ള ആളുകൾക്ക് വളരെയധികം ഉയർച്ച ലഭിക്കും. കരുണയും ദയയും സ്നേഹവും ഒക്കെ ഇവരുടെ കൂട്ടത്തിലുള്ള എമ്മിലുള്ള ആളുകൾ. പക്ഷേ ഗോസിപ്പുകൾ, സംസാരിക്കാനും കേൾക്കാനും വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഇവരുടെ കുറ്റമല്ല. എം ലെറ്ററിൽ വരുന്ന ആളുകളുടെ ഒരു അക്കത്തിൻ്റെ സെറ്റിംഗ് കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് അല്പം വിട്ടുനിന്ന്
സന്തോഷകരമായ രീതിയിൽ എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പൊക്കെ വെച്ച്, ഫ്രണ്ട്സ് ഒരുപാടുള്ള ആളുകളാണ് എമ്മിലുള്ള ആളുകൾ. ധാരാളം കൂട്ടുകാരുണ്ടാവും, ധാരാളം പേർക്ക് ഇവരെ ഇഷ്ടമായിരിക്കും. എമ്മിലുള്ള പേരുകൾ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. ആരൊക്കെയാണ്? സെലിബ്രിറ്റി ലെവലിലുള്ളവരുണ്ട്, സാധാരണ ആളുകളുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, വീട്ടിൽപ്പെട്ട ഫാമിലി മെമ്പേഴ്സുണ്ട്. അവരെങ്ങനെയാണ് ഇടപെടുന്നത്? കൂടുതൽ സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അവർ കൂടുതൽ സംസാരിച്ചിരിക്കും. അവരുടെ രീതി അതാണ്. ഒന്നുകിൽ അവർ മൊബൈൽ എടുത്ത് നിർത്താതെ സംസാരിക്കുന്ന ആളുകൾ, അല്ല വെറുതെ സംസാരിക്കുന്ന ആളുകളായിരിക്കും. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽപ്പെട്ട ഫാമിലിയോട് തന്നെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, നോൺ സ്റ്റോപ്പായി സംസാരിക്കുന്ന ആളുകളാണ് എമ്മിലുള്ള ആളുകൾ. പഠിക്കാനും നല്ല ജോലിയിൽ ചെല്ലാനും ഉള്ള കഴിവും ഇവർക്ക് കൂടുതലാണ്. ധാരാളം പഠിക്കാനും ചിലർക്ക് പ്രസംഗം പറയാനൊക്കെ കഴിവുകൾ നല്ലോണം ഉണ്ട്. വളരെയധികം പ്രസംഗം പറയാനുള്ള കഴിവ് എമ്മിലുള്ള ആളുകൾക്കുണ്ട്. ചില ആളുകൾ എന്തെങ്കിലും മതത്തിൻ്റെയോ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളോ പുരോഹിതന്മാരോ അല്ലെങ്കിൽ മതത്തിൻ്റെ രീതിയിലുള്ളവരോ പ്രസംഗികരോ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും യൂണിയൻ്റെ മെമ്പറൊക്കെ ആണെങ്കിലൊക്കെ വളരെ രീതിയിൽ അവരെ അങ്ങ് മൈക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ നിർത്താൻ സംസാരിച്ചോളൂ, അവരെ അരങ്ങ് കൊഴിപ്പിച്ചോളൂ. അപ്പോൾ എമ്മിലുള്ള ആളുകളുടെ രീതി അതാണ്. അടുത്തായിട്ട് എന്നാണ് എൻ. അപ്പം എന്നിൽ ആരംഭിക്കുന്ന ആൾ വളരെയധികം ന്യായമായ കാര്യങ്ങൾക്കും ഒക്കെ നിൽക്കുന്ന ആളുകളാണ്. വളരെയധികം ഒരു സ്ട്രെങ്ത്, ഒരു സപ്പോർട്ട് എല്ലാവർക്കും കൊടുക്കുന്ന, ഏതൊരു കാര്യത്തിലും തെറ്റോ ശരിയോ ഉണ്ടെന്ന് നോക്കി ശരിയുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആളുകളാണ് എൻ ലെറ്ററിലുള്ളവർ. അപ്പം അവർക്ക് വളരെയധികം അങ്ങനെയാണ്. ഒരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് പോകാനും ശ്രദ്ധ ആകർഷിക്കാനുമായിട്ട് എന്ന ലെറ്ററിലുള്ളവർ ധാരാളം താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. ചില ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിലും ലെറ്ററിലുള്ളവരായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ചില ബസ്സിലെയൊക്കെ ചില തർക്കങ്ങൾ, ടിക്കറ്റിനെ കുറിച്ചുള്ള ചില ആൾക്കാരൊക്കെ തർക്കങ്ങളൊക്കെ വരുമ്പോഴും, അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു കുട്ടികളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ഒരു ചെറിയൊരു സമരം സംഘടിപ്പിക്കുന്ന ആളുകളുടെ പേരൊക്കെ എന്നിലായിരിക്കും ആരംഭിക്കുക. മിക്ക ആൾക്കാർ ഒരു നേതാവാവുക എന്നൊരു സ്വഭാവ രീതി അവരുടെ സ്വഭാവത്തിലുണ്ട്. ഏത് കാര്യത്തിലും തർക്കങ്ങൾ എവിടെ ആരംഭിച്ചു അത് അവരതിനകത്ത് ഇടപെടും. അവരെ ബാധിക്കാത്ത കാര്യമാണെങ്കിലും അവരെ ബാധിക്കുന്ന കാര്യമാണെങ്കിലും അവരതിന് നടുക്കുണ്ടാവും. ഒരു കമ്മിറ്റി ആയിക്കോട്ടെ, അതിൽ എന്നിൽ ലെറ്ററിലുള്ളവർ തർക്കത്തിലാണ്. തർക്കം വരണം, അതുവരെ സൈലൻ്റാണ്. ചെറിയ തർക്കം ആരെങ്കിലും രണ്ട് കക്ഷികൾ തമ്മിലൊരു തർക്കം വരുമ്പോൾ ഇവർ മൂന്നാം കക്ഷിയായിട്ട് അതിനിടയിലേക്ക് വരും. എന്നിട്ട് അതിൽ ആർക്കാണ് ന്യായമുള്ള ആ ആളുടെ കൂടെ നിൽക്കും. ഫ്രണ്ട്ഷിപ്പോ കാര്യമൊന്നും ഇവർ നോക്കുമല്ല. ശത്രുവാണതിൻ്റെ ന്യായം അവരുടെ ഭാഗത്താണെങ്കിൽ അവരങ്ങോട്ട് പോകും. എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്ന് മറ്റേ ആളോട് ബാധിക്കും. സപ്പോർട്ട് കൊടുക്കുക, ഒരു താങ്ങ്. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ബസ്സിലൊക്കെ ആണെങ്കിലും തർക്കം ഉണ്ടാകിയാൽ ഫസ്റ്റ് വരുന്നത് ലെറ്ററിലുള്ളവരായിരിക്കും. ഒരു മുമ്പോട്ട് വരും. എന്നിട്ട് ആ തർക്കത്തിൽ ആർക്കാണ് ന്യായം എന്ന് നോക്കും. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പോൾ ട്രെയിൻ യാത്ര ആയിക്കോട്ടെ, ബസ് യാത്ര ആയിക്കോട്ടെ, ക്ലാസ് മീറ്റിംഗ് ആയിക്കോട്ടെ, പേരൻസ് മീറ്റിംഗ് ആയിക്കോട്ടെ, രാഷ്ട്രീയ ചർച്ചകളായിക്കോട്ടെ, നിയമപാലന ചർച്ചകളായിക്കോട്ടെ, മറ്റ് അനുബന്ധിച്ച ചർച്ചകളായിക്കോട്ടെ, സമരമായിക്കോട്ടെ, രാഷ്ട്രീയക്കാരുമായിക്കോട്ടെ, ഏത് കാര്യത്തിലും ലെറ്ററിലുള്ളവരാണ് മുൻനിരയിലേക്ക് വരിക. തർക്കത്തിൻ്റെ നടുവിലേക്ക് വന്നിട്ട് അവർ വിജയിക്കുകയും ചെയ്യും. അവസാനം വിജയം അവരുടെ ഭാഗത്തായിരിക്കും. കാരണം ന്യായത്തിൻ്റെ ഭാഗത്ത് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് വിജയിക്കുന്ന എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗമായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കാണ് വിജയം ലഭിക്കുക. വിജയിക്കുന്ന ആളുകളാണ് പക്ഷേ കുഴപ്പങ്ങളിലേക്ക് പോയി വലിയ കുഴപ്പങ്ങളിലേക്ക് എടുത്തിയാടാതെ സൂക്ഷിക്കുക. അടുത്തായിട്ട് ലെറ്ററിലുള്ളവരാണ്. ലെറ്ററിൽ അങ്ങനെ ഫസ്റ്റ് ലെറ്ററിൽ വരാറില്ല. വളരെ കുറച്ച് ആളുകൾ, ഇപ്പം ഓമന പോലുള്ള പേരുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓം ചേർത്തുള്ള ചില പേരുകളുണ്ട്. ഇപ്പം ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ മാറി തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലർക്ക് പേരിൻ്റെ തുടക്കത്തിൽ ഓം ചേർത്തിട്ടുള്ള പേരുണ്ട്. ഹിന്ദി പേരുകളിൽ ഓം ചേർത്തിട്ടുള്ള പേരുണ്ട്, മന്ത്രാക്ഷരത്തോടുകൂടി. അപ്പം അങ്ങനെയുള്ള ഓം അല്ലെങ്കിൽ ഓയ്, അപ്പം അത് മലയാളത്തിൽ അങ്ങനെ ഒന്നോ രണ്ടോ പേരുകൾക്ക് ഫസ്റ്റ് ലെറ്റർ വരത്തുള്ളൂ. പിന്നെ നമുക്ക് ജീവിതത്തിൽ ചിലപ്പം ആദ്യമായി കേൾക്കുന്ന പേരുകളായിരിക്കും. ഇത്തരം പേരുകളൊക്കെ മലയാളത്തിലുണ്ടോ എന്ന് കേൾക്കുന്ന ടൈപ്പ് പേരുകളുള്ള ചില ഓയിൽ തുടങ്ങുന്ന ആളുകളുണ്ട്. നമുക്ക് ഐഡിയ ഇല്ല. അപ്പം ചില ആളുകൾക്ക് അങ്ങനത്തെ പേരുകളുണ്ട്, നമുക്ക് ചേർത്തിട്ടുള്ള പേരുകൾ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാൻ പറ്റും. ഇനി
ഓയിലാണ് വരുന്നതെങ്കിൽ അവർ പ്രശസ്തരാകുന്ന ആളുകളാണ്. അവർക്ക് പ്രശസ്തി ലഭിക്കും. അത് അവരുടെ ഒരു ഓയുടെ ഇനി മറ്റ് അക്ഷരത്തിന് ഇടയിലോട്ട് വന്നാലും പ്രശസ്തി ലഭിക്കും. ഞാൻ പറഞ്ഞു ബിയുടെ ഒപ്പം ഓ ചേർത്താൽ പ്രശസ്തി ലഭിക്കുന്ന കാര്യം ഞാൻ സംസാരിച്ചത്. അതുപോലെ എയുടെ ഒപ്പം ഒന്നും ഓ ചേരാറില്ല. ചില അക്ഷരങ്ങളുടെ ഇടയിലേക്ക് ഓ ചേരത്തുള്ളൂ. ഇപ്പോൾ എക്സിനോടൊപ്പം ഒന്നും ഓ ചേരത്തില്ല. അത് എന്തെങ്കിലും വസ്തുക്കളുടെ ഇപ്പം എന്തെങ്കിലും മേശകഫാന പോലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനി പേരോ ഒക്കെ ഇടാൻ നമുക്ക് എക്സിനോടൊപ്പം ഓയൊക്കെ ചേർക്കാം. പക്ഷേ ഇപ്പോൾ സോന എന്ന പേര് SONA, അതിനകത്തൊരു എഫിനോടൊപ്പം എ ചേർക്കാം. എക്സിനോടൊപ്പം ഓ ചേർക്കാൻ പറ്റത്തില്ല. എഫിനോടൊപ്പം ഓ ചേർക്കാം. ഇപ്പം നോബിൻ എന്നൊരു പേരാണ്, അല്ല നോബിൾ എന്നൊരു പേരാണ്, അന്നൊക്കെ ചേർക്കുമ്പം NO ആണല്ലോ വരിക. അങ്ങനെ ഓ ഇടയിൽ ചേർക്കാൻ പറ്റും. സെക്കൻഡ് ലെറ്റർ ആയിട്ടാണ് എപ്പോഴും ഓ വരുന്നത്. ഫസ്റ്റ് ലെറ്റർ വരുന്നുണ്ട്. ഫസ്റ്റ് ലെറ്ററിനൊക്കെ കൂടുതൽ ഓടുന്നത് സെക്കൻഡ് ലെറ്ററിലോട്ട് പോകുന്നൊരു വാക്കാണ് ഓ, ഇംഗ്ലീഷ് ലെറ്റർ ഓ. അപ്പോൾ ആ ഒരു ഓ എവിടെ ചേരുന്നു, ആ ആളുകൾ വളരെയധികം ധൈര്യശാലിയും യുദ്ധം ചെയ്യുന്ന ആളുകളുമാണ്. ഒരു യുദ്ധം വന്നാൽ ആളുടെ എതിര് നോക്കാതെ നിൽക്കുന്ന ഒരു പവറുള്ള, ആരെയും അംഗീകരിക്കാത്ത തലയെടുപ്പുള്ള ഒരാളാണ് ഓയിലുള്ളത്. നേതാവാകാൻ കഴിവുള്ള, വേണമെങ്കിൽ ഒരാൾക്കിട്ട് 2 മർദ്ദനം കൊടുക്കാൻ കഴിവുള്ള രീതിയിലുള്ള ഓ ലെറ്റർ തുടങ്ങുന്ന ആളുകളുണ്ട്. ഇനി മുമ്പുള്ള പേര് വേറെയാണെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞ് ഓയിലുള്ള ലെറ്ററിലോട്ട് പേര് മാറുകയാണെങ്കിൽ ആ ആളും വളരെയധികം കർക്കശക്കാരനായി തീരും. പേരുകൾ മാറ്റാറുണ്ടല്ലോ. ചില പേരുകളോട് നമുക്ക് അലർജി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്വന്തം പേര് പോയി മാറ്റും, പുതിയ പേര് സ്വീകരിക്കും. പുതിയ പേര് സ്വീകരിച്ച ശേഷം രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. പല സെലിബ്രിറ്റികളും പേര് മാറ്റാറുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് അവർ പോകുമ്പോൾ ഉള്ള പേരാവുമല്ലോ അവർക്ക് പിന്നെ ഉള്ള പേര്. ആ പേരിൽ അവർ പ്രശസ്തരാകും. ഇത് ഈ ഒരു പേര് വെച്ചുള്ള കാര്യവും ന്യൂമറോളജി വെച്ചുള്ള കാര്യവും സംഖ്യാശാസ്ത്രങ്ങളും പേരിൽ എത്ര ലെറ്റർ വേണമെന്നൊക്കെ കണക്കാക്കിയ ശേഷം അതിനുള്ള വിദഗ്ധന്മാരെ കണ്ടിട്ട് ചെയ്തിട്ടാണ് ഇത്തരം ഒരു പേര് കണ്ടുപിടിക്കുന്നത്. ആ പേരിട്ടിട്ട് ഒരു സെലിബ്രിറ്റി ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വൻ സെലിബ്രിറ്റി ആയി തീരും. അത് വിജയിക്കുന്ന ശാസ്ത്രശാഖയാണെന്നുള്ളതിന് തെളിവാണ് ഈ പേരിൻ്റെ കാര്യം. യുക്തിരഹിതമാണ്, യുക്തിയില്ല, ചിന്തിക്കുമ്പോൾ യുക്തിയില്ല. പക്ഷേ നമ്മുടെ മുമ്പ് തെളിവുകളുണ്ട്. ഞാനൊന്നും പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. പേര് മാറ്റിയ ശേഷം രക്ഷപ്പെട്ട ആളുകൾ. അപ്പോൾ പേര് മാറ്റുന്നതിൻ്റെ ചടങ്ങുകളുണ്ട്, അറിയാമല്ലോ. പഠനത്തിൻ്റെ കാലം തൊട്ടേ നമുക്ക് പേരിൻ്റെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ നിയമപരമായി കൈവശം കൊണ്ടു നടക്കുന്ന പല രേഖകളിലും പ്രശ്നം സംഭവിക്കും. ആ ഒരു റിസ്ക് തൻ്റെ അടുത്തോടുകൂടി ഏറ്റെടുക്കാനും രക്ഷപ്പെടുന്ന ഉറപ്പുള്ള ആളുകളും ആണ് പേര് വരുന്നത്. ഒഫീഷ്യൽ രേഖകളിൽ ചിലപ്പോൾ പഴയ പേര് തന്നെയായിരിക്കും, പുതിയ രേഖകളിൽ പുതിയ പേരായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ആളുകൾ വൻ നിലയിലെത്തുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. എങ്ങനെ അവരെത്തി, എങ്ങനെ അവർ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പിടുത്തം കിട്ടത്തില്ല. പലരും അവിടെ ചേഞ്ച് ആക്കിയത് അവരുടെ പേര് മാത്രമായിരിക്കും, വേറെ ഒന്നും ചെയ്യത്തില്ല. ജ്യോതിഷപരമായൊന്നും ചെയ്യത്തില്ല, ഹസ്തരേഖ നോക്കാൻ പോകുന്നില്ല, മറ്റ് വീടിനകത്തോട്ട് മന്ത്രപ്രയോഗങ്ങളോ അല്ലെങ്കിൽ പരിഹാര കർമ്മങ്ങളുടെ പിന്നാലെ അവർ പോകാറില്ല. അത്തരം കാര്യങ്ങളൊന്നും അവർ വിശ്വസിക്കത്തേയില്ല. ചിലപ്പോൾ യുക്തിവാദികളായിരിക്കും, പക്ഷെ അവർ പേര് മാത്രമൊന്നും ചേഞ്ച് ചെയ്യും. അതോടുകൂടി ചിലപ്പോൾ അവർക്ക് വെച്ചടി കയറ്റാം. ചിലർക്ക് നേരെ കോട്ടമായിരിക്കും, നേരെ താഴോട്ടിറങ്ങി പോയവരുമുണ്ട്. പേര് മാറ്റിയ ശേഷം ഉള്ള പ്രശസ്തിയും പദവിയും എല്ലാം കൂടി പോയിട്ട് താഴോട്ട് പോയവരുണ്ട്, മുകളിലോട്ട് വന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഓയെ പറ്റിയാണ്. അടുത്തായിട്ട് പി ലെറ്റർ വന്നത്. പി ലെറ്റർ വരുന്നവരുണ്ട്, പോള്, പൗലോസ്, അങ്ങനെ ഒത്തിരി പേരുകളുണ്ട്, മനസ്സിലായി. അങ്ങനെ പി ലെറ്റർ വരുന്നവർ അല്പം കൂടി ഫാമിലിയോടുകൂടി നിൽക്കുന്ന ആളുകളാണ്. ഒരു ഫാമിലി മാനാണ്. പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ എഫിലുള്ളവരാണ് ഫാമിലി മാൻ എന്നല്ല. ഫാമിലി മാൻ എന്ന് പറയുന്നത് പിയിലുള്ളവരാണ്. അവർക്ക് വലിയ 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 ലക്ഷ്യങ്ങളിലേക്കൊന്നും പോകണ്ട. അവർ ഒരു കാര്യം നോക്കുന്നത് അവരുടെ ഫാമിലിക്ക് വേണ്ടി, ഒരു ലക്ഷ്യത്തിലെത്തിയാൽ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അവർ കുട്ടികൾ, ഭാര്യ, മക്കൾ, അവർക്ക് വേണ്ടിയിട്ടാണ് അവർ ലൈഫ് വെക്കുന്നത്. സ്വത്തുക്കൾ സമ്പാദിച്ച് കൂട്ടുന്നതും അവർക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് സ്വന്തം നേട്ടത്തിനായിരിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പവർ കാണിക്കാനായിരിക്കും സ്വത്ത് സമ്പാദ്യം ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പിയിലുള്ള ആളുകൾ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയാണ് സ്വത്തുണ്ടാക്കുന്നത്.
അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അതാണ്. അടുത്ത ലെറ്റർ ക്യൂ എന്ന ലെറ്ററാണ്. പക്ഷേ ഈ ക്യൂ എന്നുള്ള ലെറ്ററിൽ വലിയ പേരുകളൊന്നും ഇല്ല. പലർക്കും പേരുകൾ അങ്ങനെ ഇടാറില്ല. ഇംഗ്ലീഷിൽ വലിയ വലിയ പേരുകളുണ്ട്. ക്യൂൻ ക്യൂൻ എന്ന് പറഞ്ഞാൽ രാജ്ഞി എന്നാണല്ലോ. പക്ഷേ നമുക്ക് ആ ലെറ്ററുകളിൽ അധികം പേരുകളില്ലാത്തതുകൊണ്ട് നമുക്ക് ആ ലെറ്റർ ഇവിടെ ഞാൻ റിവീൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം പുണർന്ന നക്ഷത്രം വരെ പറഞ്ഞിരുന്നു. പുണർന്ന നക്ഷത്രം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു സ്ത്രീ നക്ഷത്രത്തിൻ്റെ സ്വഭാവം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് പൂയം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ സ്വഭാവം. പൂയം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൂയം നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് അല്പം ലജ്ജാശീലരായ ആളുകൾ, ഒന്ന് ബോൾഡായിട്ടുള്ള ആളുകൾ. അവരുടെ പൊതു സ്വഭാവം നിങ്ങൾ കാണുവാണെങ്കിൽ മനസ്സിലാവും. ഇതിൽ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചില ആളുകൾ ലജ്ജാശീലമുള്ള ആളുകളും ചില ആളുകൾ ബോൾഡായിട്ടുള്ള ആളുകളുണ്ട്. ബോൾഡായിട്ടുള്ള സ്ത്രീകൾ മാത്രമേ വിജയിക്കാറുള്ളൂ. ലജ്ജാശീലരായ ആളുകൾ അല്പം ഒതുങ്ങുകയും പബ്ലിക്കിലേക്ക് പോകാനായിട്ടുള്ള ധൈര്യക്കുറവുള്ളതുകൊണ്ട് തന്നെ ഫാമിലിയുമായി അറ്റാച്ച് ചെയ്ത് ഒതുങ്ങിക്കഴിയുകയാണ് ചെയ്യുക. വളരെ സൗന്ദര്യമുള്ള ആളുകളാണ് പൂയം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ. നല്ല പൊക്കവും വളർച്ചയും ഒക്കെ ഉള്ള, അതായത് ഒരാകാരഭംഗിയുള്ള ആളുകൾ തന്നെയാണ് പൂയത്തിലുള്ള ആളുകൾ. പക്ഷേ പൂരാടം, അശ്വതി തുടങ്ങിയ നക്ഷത്രങ്ങൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ വാക്കുകാർക്കും വഴക്കും മുതലാക ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊരുത്തത്തിൻ്റെ ഒരു പ്രശ്നം പൂയത്തിനുണ്ട്. ആയില്യവും പൂയവും വലിയ കുഴപ്പങ്ങളില്ല. പൂയവും രേവതിയും നല്ല പൊരുത്തമുണ്ട്. അങ്ങനെയുള്ള നക്ഷത്രങ്ങളുമായിട്ട് നല്ല പൊരുത്തമുണ്ട് സ്ത്രീ നക്ഷത്രങ്ങൾക്കാണെങ്കിൽ. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ബിരുദമായ നക്ഷത്രങ്ങൾ മുന്നിൽ വന്നാൽ മൂഡ് ചേഞ്ച് ആവുന്ന നക്ഷത്രമാണ് പൂയം. പെട്ടെന്ന് തന്നെ അവരെ അത് ബാധിക്കും. മുന്നിൽ നിൽക്കുന്ന ആൾക്ക് നക്ഷത്രം ഈ പറയുന്നതിൽ അശ്വതിയോ അല്ലെങ്കിൽ പൂരാടവുമാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പൂയത്തിലുള്ള ആൾ സ്ത്രീയായോ പുരുഷനായിക്കോട്ടെ, പെട്ടെന്ന് തന്നെ വിദ്വേഷം തോന്നും, ദേഷ്യം തോന്നും. ആ നിൽക്കുന്ന ആളോട് ദേഷ്യം തോന്നും. എത്ര മൈൽ അകലെ നിന്നാലോ, ഒരു TV പ്രോഗ്രാമിൽ കണ്ടാലോ, പത്രത്തിൽ കണ്ടാലോ, ഫോട്ടോ കണ്ടാലോ, സോഷ്യൽ മീഡിയയിൽ കണ്ടാലോ വിധം മാറും, ദേഷ്യം വരും. സംസാരിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അവരോട് എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റുകൾ പറയുക. തിരിച്ചും അനുഭവമുണ്ട്. അതായത് പൂയം നക്ഷത്രത്തിൽപ്പെട്ട ആളെ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല, ഏത് രീതിയിലാണെങ്കിലും. അപ്പോൾ പുരാടത്തിലുള്ളവരുമായിട്ടും വാക്കാർക്കം ഉണ്ടാവുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പൂയം നക്ഷത്രത്തിന് മറ്റ് നക്ഷത്രങ്ങളുമായി പൊരുത്തക്കുറവിൻ്റെ കാര്യത്തിൽ അത്ര പ്രശ്നങ്ങൾ അങ്ങനെ സംഭവിക്കാറില്ല. സഹകരിച്ചു പോകാം. ഒട്ടും സഹകരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അശ്വതി പൂരാടം. തിരിച്ചും അശ്വതിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആളാണ് പൂയം. പൂരാടത്തിനും ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആളാണ് പൂയം. തിരിച്ചും ഈ മൂന്ന് നക്ഷത്രങ്ങൾ തമ്മിൽ നല്ലൊരു വടംവലി നടക്കുന്നുണ്ട്, നല്ലൊരു വികർഷണം നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുക. ആരും തെറ്റല്ല. ഞാൻ ആദ്യത്തെ കാന്തിമണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് മനസ്സിലാക്കുവാണെങ്കിൽ ഇതൊരു പ്രശ്നമല്ല, ഇത് പ്രകൃതി തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ചില നിയമങ്ങളാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അടുത്തായിട്ട് പിന്നെ പറയാൻ പോകുന്ന ഒരു സ്ത്രീ സ്വഭാവത്തിൻ്റെ കാര്യം പറയാൻ പോകുന്നത്, അപ്പോൾ പൂയത്തിൻ്റെ ഞാൻ പറഞ്ഞു തീർന്നില്ല. പൂയത്തിന് പറഞ്ഞപ്പം വിഷയം വേറെ വഴിയിലേക്ക് പോയതാണ്. അപ്പം പൂയത്തിന് നല്ല ജോലി, സ്ത്രീകൾക്ക് നല്ല ജോലികൾ, സർക്കാരിതര ജോലികൾ ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അധ്യാപകരായിട്ട് ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അല്പം ലജ്ജാശീലരായ ആണെങ്കിലും അധ്യാപനം കുഴപ്പമില്ല. സർക്കാർ ജോലികൾ അല്ലെങ്കിൽ ഓഫീസ് ജോലികൾ, അത്തരം ജോലികൾ കിട്ടാനുള്ള സാധ്യതകൾ പൂയത്തിൽപ്പെട്ടവർക്ക് കൂടുതലാണ്. നല്ല അംഗീകാരം ലഭിക്കും. നല്ല തത്വചിന്തകളുള്ളവരാണ്. കൂടുതൽ എഴുത്ത് കാര്യങ്ങളെല്ലാം ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇവർക്ക് അതിനുള്ള കഴിവുണ്ട്. വിദ്യാഭ്യാസം വളരെയധികം പൂയത്തിലുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അത്ര വിദ്യാഭ്യാസ കുറവുകളൊന്നും ലഭിക്കില്ല. സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു ചെറിയ ഏറ്റക്കുറച്ചിൽ ലഭിക്കുന്നേ ഉള്ളൂ. കാരണം ഞാൻ അവരുടെ ശ്രദ്ധ കുറവിനെ പറ്റി ഞാൻ സംസാരിച്ചായിരുന്നു. സ്വത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനെ പറ്റിയും സംസാരിച്ചായിരുന്നു. അത് സൂക്ഷിച്ച് സ്ത്രീകൾ മുന്നോട്ട് പോവുക, അവർക്ക് വിജയം ലഭിക്കുന്നതാണ്. അടുത്താണ് ഞാൻ പറയാൻ പോകുന്നത് ആയില്യത്തിനെയാണ്. ആയില്യത്തിനെയും പറഞ്ഞു, ആയില്യത്തിന് മാത്രമേ ഉള്ളൂ ഏറ്റവും അത്ഭുതകരമായ ഒരു നക്ഷത്രമായിട്ട് പറയാൻ പറ്റും. സ്ത്രീക്കും പുരുഷനും ഒരു സ്വഭാവം, അതായത് പുരുഷൻ്റെ സ്വഭാവം തന്നെ. അതായത് രൂപത്തിൽ സ്ത്രീയാണ്, സ്ത്രീയുടെ എല്ലാ സൗന്ദര്യവുമുണ്ട്. പുരുഷൻ്റെ രൂപമില്ല, പക്ഷേ സ്ത്രീയുടെ രൂപമാണ്, സൗന്ദര്യമുള്ള രൂപമാണ്. എല്ലാ കഴിവുണ്ടിലും പുരുഷൻ്റെ തൻ്റെടത്തോടുകൂടി പുരുഷൻ്റെ രീതി
ഒരാളെ മർദ്ദിക്കണമെങ്കിൽ മർദ്ദിക്കാൻ ആരാണെന്നൊന്നും നോക്കുകയില്ല. ആ രീതിയിൽ ഒരു ചട്ടമ്പി ആയ ഒരു പുരുഷൻ എന്ന രീതിയിലുള്ള ഒരു, അതായത് മാന്യമായി നിൽക്കേണ്ടവിടുത്തെ ഏറ്റവും മാന്യരായ ആളുകളും കോപം വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഗുണ്ടായുസ രീതിയിലേക്ക് വരെ നീങ്ങാൻ ആയില്യത്തിൽപ്പെട്ട സ്ത്രീക്കും പറ്റും, പുരുഷനും പറ്റും. ഒരു മാറ്റവുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. അതായത് ആയില്യത്തിൽപ്പെട്ട ഒരു പുരുഷൻ വളരെ സൽസ്വഭാവിയാണ്, എല്ലാവർക്കും ഉപകാരിയാണ്, കലാപരമായ കഴിവുകളുണ്ട്. ഒരു ദേഷ്യം പിടിപ്പിക്കുകയാണെങ്കിൽ അവർ വളരെയധികം വില്ലന്മാരായി തീരും. ആ സ്പോട്ടിൽ ഒരു വില്ലന്മാരാണ്. അതിപ്പോൾ ആരാണേലും ഒരു വില്ലന്മാരാണ്. ഭാര്യ ദേഷ്യപ്പെട്ടാലും, മക്കൾ ദേഷ്യപ്പെട്ടാലും, സഹോദരങ്ങൾ ദേഷ്യപ്പെട്ടാലും, മാതാപിതാക്കൾ ദേഷ്യപ്പെട്ടാലും, വെറുതെക്കാർ ദേഷ്യപ്പെട്ടാലും, ഒരു പരിചയമില്ലാത്തവർ ദേഷ്യപ്പെട്ടാലും, നിയമപാലകർ ദേഷ്യപ്പെട്ടാലും, ഉയർന്ന പോസ്റ്റിലുള്ളവർ ദേഷ്യപ്പെട്ടാലും അവർ വില്ലന്മാരാവും. ഒരു ആരാണെന്ന് നോക്കുന്നില്ല. അതുപോലെ തന്നെയാണ് അയലത്തിലുള്ള ഒരു സ്ത്രീക്ക്. ശബ്ദത്തിന് അധികം വ്യത്യാസമില്ല. ചിലപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീയുടെ ശബ്ദം തന്നെ, മധുരകരമായ ശബ്ദം തന്നെ. പക്ഷേ അവർ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ യഥാർത്ഥ ഒരു പുരുഷൻ്റെ ഇത് മാത്രമല്ല, അത്ര തന്നെ ശക്തിയും ഉണ്ടാവും. അതും ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ തൻ്റെ ഇടമുള്ള സ്ത്രീ നക്ഷത്രമുണ്ട്, പക്ഷേ അവർക്ക് ഒരു പുരുഷനെ കായികമായ പവർ കാണണമെന്നില്ല. പക്ഷെ ഒരു അടിപിടി കൂടുന്ന സമയത്ത് ആയില്യത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ്റെ ഫുൾ കായിക ശക്തിയായിരിക്കും ഉണ്ടായിരിക്കുക. ആ സമയത്ത് ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ഓപ്പോസിറ്റ് ആകുന്ന ഒരു പുരുഷനാണെങ്കിലും മറിഞ്ഞു വീഴാൻ തന്നെയാണ് സാധ്യത. അത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത്ര ഒരു ഫോഴ്സ് ആയില്യത്തിൽപ്പെട്ട സ്ത്രീകൾക്കുണ്ട്. പക്ഷെ അവരെ വളരെയധികം ശാന്തത ഇഷ്ടപ്പെടുന്നു, സംഗീതം ഇഷ്ടപ്പെടുന്നു, സമാധാനം ഇഷ്ടപ്പെടുന്നു. സമാധാനം കെടുത്തുന്ന രംഗങ്ങൾ വരുമ്പോൾ മാത്രമേ ഇവർ പ്രശ്നമുള്ളൂ. മിക്കപ്പോഴും ഇവർ പല പ്രശ്നങ്ങളിലേക്കും എടുത്തിയാടാറില്ല. ഇവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഇവരുടെ അടുത്ത ബന്ധുക്കളിലുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ളതേ ഇടപെടും. അല്ലാതെ വലിയ സാമൂഹ്യ സേവനം, സമൂഹം മുഴുവൻ തുടച്ചു മാറ്റി ഏതക്രമം കണ്ടാലും ഒരു അത്ഭുത പരിവേഷമുള്ള സൂപ്പർ ഹീറോയെ പോലെ വന്ന് രക്ഷിക്കണം എന്ന ചിന്തകളൊന്നും ഇവർക്കില്ല. ഇവരെ ബാധിക്കുന്നതും ഇവരുടെ പരിചയക്കാരെ ബാധിക്കുന്നു, ഇവരുടെ സുഹൃത്തുക്കളെ ബാധിക്കുന്നു, ഇവരുടെ കുടുംബത്തെ ബാധിക്കുന്നു. അത്തരം കാര്യങ്ങൾക്ക് ഇവർ വയലൻ്റ് ആവാറുണ്ട്. അത് നല്ല കാര്യത്തിന് വേണ്ടിയാണ്. ഇവരുടെ ദേഷ്യത്തെ നമുക്ക് അംഗീകരിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആയില്യം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീക്കും പുരുഷനും ഒരു സ്വഭാവം എന്ന് പറഞ്ഞു ബിസിനസ് പരമായി വളരെ വളർച്ചയുള്ള നക്ഷത്രമാണ്. ഒരു മേഡം, ഒരു സാർ എന്ന പോസ്റ്റിൽ എല്ലാവരും അംഗീകരിക്കുന്ന, വില കൊടുക്കുന്ന, നമ്മൾ സല്യൂട്ട് ചെയ്യുന്ന പൊസിഷനിലുള്ള സ്ത്രീകളായി തീരാൻ ആയില്യത്തിലുള്ളവർക്ക് സാധിക്കും. വിദ്യാഭ്യാസപരമായി അവർക്ക് സാധിക്കും. എല്ലാവരും മേഡം എന്നും പറഞ്ഞിട്ട് വളരെ ഭയഭക്തിയോടുകൂടി നിൽക്കുന്ന സ്റ്റാഫുകളുള്ള രീതിയിൽ എത്താൻ വരെ പവറുള്ള, ഓരോ സ്പോർട്സ് മേഖലയിലൊക്കെ പ്രവർത്തിക്കാൻ പവറുള്ള, ഞാൻ പറയാമല്ലോ പുരുഷൻ്റെ തന്നെ പവറുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് മേഖല, കായിക മേഖല, വെയ്റ്റ് ലിഫ്റ്റിങ്, ഗുസ്തി, സ്റ്റണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു സ്ത്രീക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ആയില്യത്തിൽപ്പെട്ട സ്ത്രീക്ക്. മറ്റ് നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ചിലപ്പം ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ ആയില്യത്തിൽപ്പെട്ടവർക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്, പല ആളുകളെ പരിചയമുണ്ട്. എണ്ണത്തിൽ കൂടുതലാണ് ആയില്യത്തിൽപ്പെട്ട ആളുകൾ, തിരുവാതിരപ്പെട്ട ആൾക്കാർ, പുറത്തത്തിൽപ്പെട്ട ആൾക്കാർ, തൃക്കേട്ടപ്പെട്ട ആൾക്കാരൊക്കെ എണ്ണത്തിൽ കൂടുതൽ ജനിക്കുന്ന ആളുകളാണ്. സമൂഹത്തിലെ എല്ലാ തട്ടത്തിലും അവരൊക്കെ കാണും. പക്ഷേ എണ്ണത്തിൽ കുറവുള്ള ആളുകളായിരിക്കാം അശ്വതി, അവസാനം വരുന്ന രേവതി, പിന്നെ ഇതിനിടയ്ക്ക് വരുന്ന ഈ പൂരാട നക്ഷത്രം, അതുപോലെ തന്നെ മൂലം നക്ഷത്രം. ഇവരൊക്കെ ഒരു 100 പേരെടുക്കുമ്പോൾ ചിലപ്പോൾ 2 പേരൊക്കെ കാണും. പക്ഷേ ചോദ്യ നക്ഷത്രമൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഒരു ആൾക്കൂട്ടത്തിൽ നടക്കുമ്പോൾ ഒരു 6 or 7 ചോദ്യക്കാരുണ്ടാവും, 6 or 7 തൃക്കട്ടക്കാരുണ്ടാവും. ഒരു വലിയ ജനാവലി എടുക്കുമ്പോൾ 3/4 പങ്കും ഈ പൂരുരുട്ടാതി ഉള്ള ആളുകളുണ്ടാവും. പക്ഷെ വിരലെ എണ്ണാവുന്ന ആളുകളെ ഇപ്പം 3 or 4, 2 or 3 രേവതയിലുള്ള ആളുകളെ ഉള്ളൂ ചില സമയത്ത് ഒരു ഗ്രൂപ്പിലുണ്ടാവും. 3/4 പങ്കും ആളുകളും അങ്ങനെയായിരിക്കും. തിരുവാതിരപ്പെട്ട ആളുകൾ ഒരുപാടുണ്ട്, എണ്ണത്തിൽ കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ് തിരുവാതിരയുള്ള ആളുകൾ. മിക്ക ഗായകിനകത്തും തിരുവാതിരപ്പെട്ട ആളുകളുണ്ടാവും. പക്ഷേ മിക്ക ഗായകിനും അശ്വതിപ്പെട്ടവർ കാണത്തില്ല. കാരണം അവരുടെ സ്വഭാവം തന്നെ, അവർ സമൂഹത്തിൽ നിന്ന് മാറി മാറി നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അവർ മിക്ക ഗായകിലും കാണത്തില്ല. ഗായിങ് സെറ്റപ്പിൽ എപ്പോഴും ഇവർ കാണും, ആയില്യവും കാണും. ഗായിങ് എപ്പോഴും ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിളിലായിരിക്കും, പുരുഷന്മാരുടെ സ്ത്രീകളായിരിക്കും. അവരുടെ കോളേജ് ജീവിതമൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും. ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിളിൽ എപ്പോഴും ബൈക്ക് എടുത്ത് ഓടിക്കുക, റൈഡിങ്ങിന് പോവുക, കമ്പനിയായിട്ട് റൈഡിങ്ങിന് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉള്ള ആ ഒരു പവറിലുള്ള ഫ്രണ്ട്സ് എപ്പോഴും ആയില്യത്തിലുള്ള സ്ത്രീക്കും ഉണ്ടായിരിക്കും. സാമ്പത്തികമായിട്ട് അവരെ വളരെയധികം ഉയരുകയും ചെയ്യും, അവരെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും.
അടുത്തായിട്ട് പറയാൻ പോകുന്ന മകൻ നക്ഷത്രത്തെ പറ്റിയാണ്. മകൻ നക്ഷത്രത്തോടുകൂടി പറയുന്നതോടുകൂടി ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും. മകൻ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് തന്നെയാണ് എല്ലാ കാര്യത്തിലും മുൻഗണന, പുരുഷന്മാരെക്കാളും കൂടുതൽ. മകൻ പറഞ്ഞ മങ്ക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മകൻ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ ഞാൻ പറഞ്ഞു കണ്ടുപിടിക്കാനെങ്കിൽ പേര് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ ഈസിയാണ്. മേഘ, മേഘന എന്ന പേരുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ നക്ഷത്രം മഹമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എഴുത്തിലേക്ക് തിരിയുന്നവരുണ്ട്, ജോലിയിലേക്ക് തിരിയുന്നുണ്ട്. സ്ത്രീകൾ മുക്കാൽ പങ്കും ജോലികൾക്ക് പോകുന്ന സ്ത്രീകളാണ്. വീട്ടിലിരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഒരു പുരുഷൻ്റെ ചിലവിൽ നിൽക്കുന്നതിൽ കൂടുതൽ സ്വന്തം ചിലവിൽ നിൽക്കാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ ജോലിക്ക് പോകും. അത് മകത്തിലുള്ള എല്ലാ ആളുകളും സ്ത്രീകൾ എന്തെങ്കിലും ജോലി ചെയ്യും. വരുമാനം സ്വന്തമായി ഉണ്ടാക്കുന്ന ആളുകളാണ് മകത്തിലുള്ള ആളുകൾ. ഇതിപ്പോൾ നേഴ്സിംഗ് ആവാം, ഡോക്ടറാവാം, ടീച്ചറാവാം, എന്തെങ്കിലും സാധാരണ ജോലികൾ ചെയ്തു. ജോലിയുടെ വലിപ്പച്ചെറുപ്പം അവർ നോക്കാറില്ല. 1000-ലുള്ളവരും ജോലിയുടെ വലിപ്പച്ചെറുപ്പം നോക്കാറില്ല കേട്ടോ. വൈറ്റ് കോളറൊന്നും നോക്കാറില്ല അവർ. മറ്റ് നക്ഷത്രത്തിൽപ്പെട്ടവർ ചിലപ്പോൾ ഒരു അന്തസ്സ് നോക്കിയിട്ടേ ജോലിയിലേക്ക് ഇറങ്ങത്തുള്ളൂ. എന്തെങ്കിലും കോട്ടമുണ്ടെങ്കിൽ അവർ ഇറങ്ങത്തില്ല ജോലിയിലേക്ക് ഇറങ്ങത്തില്ല. അവർക്ക് ചിലപ്പം അല്പം ലജ്ജ തോന്നാറുണ്ട്. എല്ലാ ജോലിയും നല്ലതാണ്, നമ്മൾ ഒരു ജോലിയും താത്തിക്കെട്ടാൻ പാടില്ലെങ്കിലും മനസ്സിലേക്ക് ഒരു അയവ് വരുന്നതുകൊണ്ട് ചിലപ്പം പുറകോട്ട് വരാനുള്ള ചില നക്ഷത്രക്കാർ കാണിക്കുമ്പോൾ ആയില്യവും മഹവും പുണർതവും ജോലിയുടെ ക്വാളിഫിക്കേഷൻ എത്ര നോക്കാറില്ല. അതായത് അവരോട് ജോലി ചിലപ്പം വിദ്യാഭ്യാസം കൂടുതലാണേലും വിദ്യാഭ്യാസമായിട്ട് ബന്ധമില്ലാത്ത ജോലി വരെ പോയി ചെയ്യും. അവർക്ക് ഒരു മടിയുമില്ല, അവർക്ക് മടിയില്ലാത്ത ആളുകളാണ്. ജോലി ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ. ഒപ്പം ജോലിയുടെ ക്വാളിറ്റി ഏതെന്ന് നോക്കാതെ ജോലി ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ് ആയില്യം, പുണർതം, മഹം. ഈ 3 നക്ഷത്രവും. ബാക്കി മുക്കാൽ പങ്കും ആളുകളും എന്തെങ്കിലും ഒന്നുകിൽ ഫാമിലിയുടെ ഫോഴ്സ് കൊണ്ടായിരിക്കാം ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ വിധിയായിരിക്കാം, അവർ പഠിച്ച വിഷയം അതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടുപോയിട്ട് നീ രക്ഷയില്ലാത്തതുകൊണ്ടായിരിക്കും ആ ജോലി ചെയ്യുന്നത്, താല്പര്യം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. പക്ഷേ ആയില്യത്തിന് താല്പര്യമില്ലാത്ത ഇഷ്ടമില്ലാത്ത ജോലിയാണല്ലോ അവർ ചെയ്യും. അവർക്കൊരു പ്രശ്നമില്ല, അവരുടെ ശമ്പളം മതി. അവർക്ക് ജോലി കഴിയുമ്പോൾ സന്തോഷത്തോടെ അവർക്ക് വീട്ടിൽ പോകാം. അവർ മൈൻഡ് വളരെ കൂളാണ്. പുണർത്തത്തിനും മൈൻഡ് വളരെ കൂളാണ്, മകത്തിനും മൈൻഡ് വളരെ കൂളാണ്. അവരൊന്നും നോക്കത്തില്ല, എന്ത് ചെയ്യും, എന്ത് ജോലിയും ചെയ്യും, എന്ത് കാര്യവും ചെയ്യും. വളരെയധികം. അതുകൊണ്ട് തന്നെ അവർക്ക് സാമ്പത്തിക വിജയം ഉണ്ടാവും. മറ്റുള്ളവർ ഇറങ്ങാൻ മടി കാണിക്കുന്ന പല കാര്യത്തിലും ഇവർ ഇറങ്ങാൻ മടി കാണിക്കത്തില്ല. അതാണ് അവരുടെ പ്രത്യേകത. മകത്തിൽപ്പെട്ട ആളുകൾ, സ്ത്രീകൾ വളരെയധികം സൗന്ദര്യമുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്. പ്രത്യേകിച്ച് ആരോഗ്യം ഇവർക്ക് തൃപ്തികരമാണ് മകത്തിലുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ളതുകൊണ്ട് ഇവർ കൂടുതൽ യാത്ര ചെയ്യുന്നവരാണ്. ഏത് കാര്യം ഇവർക്ക് ചെയ്യാനുള്ള ധൈര്യമുണ്ട്, വളരെ ധൈര്യമുണ്ട്. ഒപ്പം പല വിഷയങ്ങൾ പഠിക്കാനുള്ള കഴിവ് മകത്തിന് കൂടുതലാണ്. ചില ഗൂഢശാസ്ത്രങ്ങൾ, അതായത് ഇപ്പം സയൻസ് മുഖേന ഉള്ളത്, ജ്യോതിഷം മുഖേന ഉള്ളത്, ഹസ്തരേഖ മുഖേന പോലുള്ള ചില ശാസ്ത്രങ്ങളിലൊക്കെ ഇവർക്ക് താല്പര്യം കാണും. പക്ഷേ ഇത് ഇവർ ആരോട് പറയത്തില്ല. ഇവർ പഠിക്കുന്ന രഹസ്യമായിട്ട് പഠിച്ചു വെക്കും. പല കാര്യത്തെപ്പറ്റി ഇവർക്ക് ഐഡിയ ഉണ്ടാക്കി, പക്ഷേ ഇത് ആരോടും പറഞ്ഞു നടക്കത്തില്ല. പറഞ്ഞു നടക്കുന്ന സ്വഭാവം കൊണ്ടാണ് പലരും ജീവിതത്തിൽ തോറ്റു പോകുന്നത്. മതത്തിലുള്ളവർ അവരുടെ IDF പുറത്തേക്ക് പറയാറില്ല. അവർ പല IDF ചിലപ്പോൾ ചില പ്രത്യേക ടൈപ്പ് ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന രീതികളൊക്കെ പഠിച്ചു വെക്കാൻ വലിയ ഇഷ്ടമാണ്. അവർ തന്നെ അത് പഠിച്ചു പോകും, ആർക്കും അറിയണമെന്നില്ല. അപ്പം എല്ലാ ആളുകൾക്കും ഞാൻ ഇവിടെ ഉത്രാട ദിന ആശംസകളോടുകൂടി പറയുകയാണ്. നമുക്ക് ഓണം വരികയാണ്, ഉത്രാട ദിന ആശംസയും കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനലിലേക്ക് ആദ്യം വരുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യും. നന്ദി.